നിങ്ങൾക്ക് കാണാം അത് റൈറ്റിലേക്ക് ഇങ്ങനെ ഇത് പോകുന്നത് കാണാം. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകുന്നത് കാണാം. ഇനിയിപ്പോൾ ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ലോ ബീമാണ്, ഇത് ഹൈ ബീമാണ്. ലോ ബീം, ഹൈ ബീം. അപ്പോൾ ഇതൊന്നും നമ്മൾ വയറ് കട്ട് ചെയ്യാണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗൈസ്, അയച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടെയ്ൻമെൻറ്റ് എപ്പിസോഡ് 9 ആണ്. ഇത് കണ്ടെയ്ൻമെൻറ്റ് സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കണ്ടെയ്ൻമെൻറ്റ് ഓൾറെഡി ഇവിടെ നമ്മുടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് കണ്ടെയ്ൻമെൻറ്റ് സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാസ്ബെറി പൈ ആയിട്ട് നമ്മുടെ കാറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. youtube.com അല്ലെങ്കിൽ യൂട്യൂബ് ആപ്പിൽ ചെല്ലുക, അഴിച്ചുപണി എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഒരു ലൈക്കും ഒരു കമൻറ്റും ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ CANbus നെറ്റ്വർക്കിൽ കൂടെ CANbus ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആക്സറീസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മളിന്ന് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് WS2812B LED ആണ്. അപ്പം ട്രങ്ക് ലൈറ്റാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാറുകളിലൊക്കെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതായത് എല്ലാ സെൻസറുകളും തമ്മിൽ ഒരു കോമൺ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് CANbus എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സെർവർ ഇല്ലാതെ എല്ലാ ഡിവൈസുകൾക്കും ഒന്നിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം മാതിരിയുള്ള ഒരു സംഭവമാണ് CANbus. അപ്പോൾ ഇത് ഗ്ലോബലി എല്ലാ കാർ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ കാർ മാത്രമല്ല എല്ലാ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സും കുറച്ച് സ്റ്റാൻഡേർഡുകൾ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ OBD പോർട്ട് വെച്ചിരിക്കുന്നത്. കോമൺ സ്റ്റാൻഡേർഡാണ്. ഈ ELM 327 അങ്ങനെയുള്ള നമ്മുടെ ചെറിയ ബ്ലൂടൂത്ത് മോഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെമ്പറേച്ചർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് CANbusൻ്റെ പ്രൊപ്രൈറ്ററി ഒരു ഇതാണ്. അപ്പം ഈ കോഡ് ഇപ്പം ഞാൻ ഈ താഴത്തെ ലിങ്കിൽ ഞാൻ കോഡ് ഇടുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത പ്രോജക്റ്റിൻ്റെ കോഡ് ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ ഹ്യുണ്ടൈ സീരീസുള്ള ഹ്യുണ്ടൈ വണ്ടികൾക്ക് മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്യാവുള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊന്നും ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഹ്യുണ്ടൈ വണ്ടികളിൽ ഇത് ട്രൈ ചെയ്താൽ വർക്ക് ചെയ്യുമായിരിക്കും. കിയയും ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും, ഗ്യാരണ്ടി ഇല്ല. ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല. ഹ്യുണ്ടൈ i20 എന്തായാലും 100% വർക്കിംഗ് ആണ്. ഹ്യുണ്ടൈ സീരീസിലെ വണ്ടിയിലും വർക്ക് ചെയ്യും. ബട്ട് ബാക്കിയുള്ള സംഭവങ്ങളിൽ വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ സെറ്റപ്പ്. നമ്മൾ കാർ ചെയ്തിരിക്കുന്നത് നമ്മൾ ലാപ്ടോപ്പിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആർഡിനോ ഇവിടെ ഇരിപ്പുണ്ട്. ആർഡിനോ പ്രോ മിനിയിൽ നമ്മൾ CANbusൻ്റെ മോഡ്യൂൾ വെച്ചേക്കാണ്. MCP2515 മോഡ്യൂൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് CAN ഹൈയും CAN ലോയും നമ്മൾ 2 വയർ എടുത്തിട്ട് നമ്മുടെ OBD പോർട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ LED ഡ്രൈവ് ചെയ്യുന്നത്. ബാക്കി ആർഡിനോ പവർ ചെയ്യുന്നത് എൻ്റെ ലാപ്ടോപ്പിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ LED കത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് റൈറ്റിലേക്ക് ഇങ്ങനെ ഇത് പോകുന്നത് കാണാം. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകുന്നത് കാണാം. ഇനിയിപ്പോൾ ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ലോ ബീമാണ്, ഇത് ഹൈ ബീമാണ്. ലോ ബീം, ഹൈ ബീം. അപ്പോൾ ഇതൊന്നും നമ്മൾ വയറ് കട്ട് ചെയ്യാണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ റൈറ്റ് ഇടുമ്പോഴത്തേക്കും ഉണ്ടോ, ഹെഡ്ലൈറ്റ് ഇടുമ്പോഴത്തേക്കുള്ള സംഭവം നമ്മൾ കോഡ് ചെയ്തിട്ടില്ല. ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും കൂടെ ഒന്നിച്ചിടുമ്പോൾ അതിനുള്ള കോഡിങ് നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ കാണിക്കും, ഹെഡ്ലൈറ്റ് ഓഫ് ആണെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ കാണിക്കും. നമ്മൾ കോഡ് എഴുതാത്തത് കൊണ്ടാണ്. അപ്പോൾ ഗൈസ്, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ID കോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ പറഞ്ഞിരിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നമ്മുടെ കാറിൽ ഒറിജിനൽ സിനാരിയോയിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വന്നത്, നമ്മുടെ ലൈറ്റിൻ്റെ കോഡിൽ വരുന്ന സംഭവങ്ങൾ അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഞാൻ കാറിൻ്റെ അകത്ത് കയറിയിരുന്ന ഐഡിയലായിട്ടിരിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീ ഉണ്ടല്ലോ, കീ എടുത്ത് നമ്മുടെ കീ ഹോളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മുട്ടിക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്നിട്ട് കീ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്ത് ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്. ഇനി ഞാനത് കീ ഒന്ന് തിരിച്ചു. സെക്കൻഡ് തിരികെ വന്നപ്പോഴത്തേക്കും നമ്മുടെ റേഡിയോ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. ആ പൊസിഷനിൽ അത് 2 ആയി. കണ്ടോ, 1, അത് 2 ആയി.
ഇനി അടുത്തത് മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓൺ ആക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇഗ്നീഷൻ ഓൺ ആക്കാൻ പോകുമ്പോഴത്തേക്കും കാണിച്ചു തരാം. 1 2 ഇനി ഇഗ്നീഷൻ ഓൺ ആക്കാൻ പോവാണ്. 3 ആയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 541 എന്നുള്ള സാധനം ഇപ്പോൾ നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ 541 ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. കണ്ടോ അതിൻ്റെ പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ 3 ആയിട്ടുണ്ട്. കണ്ടോ പിന്നെ ഇപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. 541 3 ആണ് കിടക്കുന്നത്, പൊസിഷൻ 1. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 541ൻ്റെ ഈ ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ സംഭവത്തിന് ചേഞ്ച് വരും. ഇപ്പോൾ 541 വന്നിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ ഇവിടെ 1 ആയി. 0 1 0 1 0. അതായത് 1 വരുമ്പോൾ ഞാൻ പാർക്കിംഗ് ലൈറ്റ് ഓൺ ആക്കി, 0 വന്നപ്പോൾ പാർക്കിംഗ് ലൈറ്റ് ഓഫാക്കി. അടുത്തത് വരുന്നത് ഞാനിപ്പം നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ടു. ഹെഡ്ലൈറ്റ് ഇട്ടപ്പോൾ ഇവിടെ ഒരു 8 വന്നേക്കുന്നുണ്ടോ? കണ്ടോ ഇവിടെ 8 വന്നിട്ടുണ്ട്. 8 വന്നു കഴിഞ്ഞാൽ ലോ ബീമാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു 101 വന്നു കഴിഞ്ഞാൽ ഹൈ ബീമാണ്. കണ്ടോ ലോ ബീം ഹൈ ബീം, ലോ ബീം ഹൈ ബീം, ലോ ബീം ഹൈ ബീം. കണ്ടോ അതാണ്. അതേമാതിരി തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 541 തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 101000 1000. കണ്ടോ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ ആണ് 10 എന്നുള്ളത്. ഞാൻ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ 08ഉം 00 ആയി മാറുന്നുണ്ട്. കണ്ടോ 0800 0800 ആയി മാറുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അഥവാ ഫ്ലാഷറാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 1800 എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ 1800. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോഡുകൾ അനലൈസ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ ഈ കോഡുകൾ നമ്മുടെ ലൈറ്റുകൾക്ക് മാത്രമല്ല കേട്ടോ ഉള്ളത്, നമ്മുടെ സെൻസറുകൾ ഇതേ കോഡുകളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കുറേ അധികം സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ മാത്രമേ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളൂ, കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന വാല്യൂ കാണിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഹൈ ബീം ഇട്ടപ്പോഴത്തേക്കുമാണ് 541 കാണിച്ചത്. അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചേഞ്ച് ഒന്നും വന്നില്ലെങ്കിൽ അത് ഓഫായി പോകും. അതാണ് ശരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാ ഡിവൈസും നമുക്കിപ്പോൾ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ ഉണ്ട്, അതേമാതിരി സീറ്റ് ബെൽറ്റിന് സിമ്പലുണ്ട്, ഓരോ ഗിയറുകൾക്ക് സിമ്പലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസുകൾക്കും ഓരോ കോഡ് വെച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് ക്യാൻബസിനെ കുറിച്ച് അറിയേണ്ടവർക്ക് നല്ലൊരു പേജാണ് ഈ വിക്കിപീഡിയ. ക്യാൻബസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പം ഇതിൽ അത്യാവശ്യം കുറച്ച് നല്ല ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ബേസിക് ആണ്, ഇത് ഇത്ര ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. എന്നാൽ കൂടി നിങ്ങൾക്ക് എന്താണ് ക്യാൻബസ്, അതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ, ബൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഫുൾ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് വേഗം കോഡിലേക്ക് കിടക്കാം. കോഡ് നമുക്ക് ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ട്രങ്ക് ലൈറ്റിൻ്റെ ഫുൾ സംഭവങ്ങൾ ഏതാണ്ട് ഈ കോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഫസ്റ്റ് തന്നെ ഇൻക്ലൂഡ് MCP, നമ്മുടെ MCP മോഡ്യൂളിൻ്റെ ഹെഡർ ഫയലാണിത്. അതിനുശേഷം നമ്മുടെ SPI ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, RXID, ലെങ്ത്, ഈ സാധനങ്ങളെല്ലാം. അപ്പം ഞാനിത് മാക്സിമം കമൻറ്റ് കൊടുക്കാവുന്നിടത്തൊക്കെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ MCP ഇതിന് വരുന്നത്. ഇത് ഫാസ്റ്റ് LED, ഇത് നമ്മുടെ LED സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന 30 എണ്ണത്തിൻ്റെ LED സ്ട്രിങ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിന് വരുന്നത്. ഇനി നമുക്ക് നേരെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ സെറ്റപ്പ് എന്ന് പറയുന്ന സംഭവം, സെറ്റപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈം കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ MCP 2515 ഓൾറെഡി കോൺഫിഗർ ചെയ്യുന്ന ഇവിടെയാണ്. അപ്പം MCP CAN0.begin എന്ന് പറയുന്ന സംഭവത്തിലേക്ക് MCP 500 kbps MCP ക്രിസ്റ്റൽ 8 MHz ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇനീഷ്യലൈസ് ചെയ്യാണ്. അത് ഓക്കെയാണ്. ഇത് നിങ്ങൾ അഴിച്ചുപണി എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ക്രിസ്റ്റലിൻ്റെ വാല്യൂ അസർട്ടൈൻ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ഫാസ്റ്റ് LED നമ്മൾ ഇതേമാതിരി ഇനീഷ്യലൈസ് ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ലൂപ്പിലാണ്. അപ്പോൾ ഈ ലൂപ്പ് ഫംഗ്ഷനാണ് മെയിൻ സംഭവം വരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം. ക്യാൻ റീഡ് ചെയ്യണം. അപ്പോൾ ഡിജിറ്റൽ റീഡ്, ക്യാനിന് ഇൻട്രപ്റ്റ് ഉണ്ട്. അതായത് ഓരോ തവണ കാറ് മെസ്സേജ് അയക്കുമ്പോഴും നമ്മുടെ ആർഡിനോയിൽ ഒരു ഇൻട്രപ്റ്റ് വരികയാണ്. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണ്, കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എണീച്ച് പോയി നോക്കില്ലേ, അതേമാതിരത്തെ ഒരു അവസ്ഥയാണ് ആർഡിനോയ്ക്ക് ഒരു ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു വിളി വന്നു കഴിഞ്ഞാൽ
അതിനെ ഇൻട്രപ്റ്റ് എന്ന് പറയും. അപ്പം ഡിജിറ്റലായിട്ടൊരു ഇൻട്രപ്റ്റ് വരും. അതായത് നമ്മുടെ കാർ ഒരു മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ആ മെസ്സേജ് വന്നു എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ആർഡിനോയ്ക്ക് വരും. അതിനുശേഷം ആ മെസ്സേജ് റീഡ് ചെയ്യണം ആർഡിനോ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 541 ID ആണ് നമ്മുടെ ഹെഡ്ലൈറ്റ്, ഹൈ ബീം, ലോ ബീം, അതേമാതിരി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ, ഫ്ലാഷർ എന്നിവ വർക്ക് ചെയ്യുന്നതിന് 541 ആണ് ID എന്ന് പറഞ്ഞു. അപ്പം അതാണ് നമ്മളിവിടെ മോണിറ്റർ ചെയ്യുന്നത്. RXID എന്ന് പറയുന്ന സംഭവം 541 ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് മൂന്നാമത്തെ സ്ഥാനത്തിൽ 0x80 ആണ് വാല്യൂ എന്ന് നോക്കും. അതല്ല 0x01 ആണോ എന്ന് നോക്കും. ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ, രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ നേരെ താഴത്ത് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഹൈ ബീം കത്തിക്കും അല്ലെങ്കിൽ ലോ ബീം കത്തിക്കും. അതാണ് ഈ ഇഫ് കണ്ടീഷൻ ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ LED കംപ്ലീറ്റ് ഓഫ് ആക്കി കളയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലൈനിൽ വന്നിട്ടാണ് 52 ലൈനിലാണ് നമ്മൾ വീണ്ടും നോക്കുന്നുണ്ട് 0x541 ആണോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ മെസ്സേജ് ആണ് നോക്കുന്നത്. ഇത് നമ്മൾ നോക്കിയത് മൂന്നാമത്തെയും നാലാമത്തെയാണ്, നമ്മൾ രണ്ടാമത്തെ നോക്കും. അപ്പം നമ്മൾ എണ്ണുമ്പോഴത്തേക്ക് ഇത് മൂന്നാമത്തെ ആയിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർഡിനോയിൽ 012 എന്നാണ് വരിക. ആദ്യം 0 വരും, നമ്മൾ എണ്ണുമ്പോൾ 1 2 3 എന്നാണ് എണ്ണുക. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്നത് ശരിക്കും 3 ആണ്. അപ്പം RX2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0x10 ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത് നമ്മൾ കരുതി. 0x08 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ആണെന്ന് കരുതി. 0x18 ആണെന്നുണ്ടെങ്കിൽ ഹാസാർഡ് ലൈറ്റ്, 4 ഇൻഡിക്കേറ്റർ ആണ് കത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയാണ് സംഭവം വരുന്നത്. ഇതിനെല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഓരോ ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ടേൺ റൈറ്റിന് ഇങ്ങനെയാണ്, അത് ടേൺ റൈറ്റിന്റെ ആനിമേഷന്റെ ഫംഗ്ഷൻ ആണത്. ടേൺ ലെഫ്റ്റിന്റെ ആനിമേഷന്റെ ഫംഗ്ഷൻ ആണത്. പിന്നെ വരുന്നത് ഹസാർഡിന്റെ ആണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. കാരണം നടുക്കുന്ന നമ്മൾ 2 സൈഡിലേക്ക് പോകുമ്പോൾ ഹസാർഡിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ വരുന്നത് ലോ ബീമിന് ഫംഗ്ഷൻ ആണ്. ലോ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും കത്തിക്കുന്നില്ല, ജസ്റ്റ് ഡിമ്മായിട്ട് LED കത്തിക്കുക എന്നുള്ളതാണ്. ഹൈ ബീം ഈ പറഞ്ഞ രീതിക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് റെഡിൽ കത്തുന്നതിനുള്ള കോഡാണ് ഈ സംഭവം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയുള്ള കോഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അതിലാണ് വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.